എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും എന്നത്തെയും പോലെ തന്നെ നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ ബഡ് റോസകൾക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ബഡ് റോസകൾ നമ്മൾ നേഴ്സറിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേനും നമ്മൾ ആദ്യമൊക്കെ പൂക്കളിടും, പിന്നെ മുരടിപ്പ് വരും. ഇപ്പോൾ ഈ മുരടിപ്പ് വരുന്നതിൻ്റെ പ്രധാന കാര്യം ത്രിപ്പിൻ്റെ ശല്യവും വണ്ടുകളുടെ ശല്യവും കീടങ്ങളുടെ ശല്യവും ഒക്കെ മൂലമാണ്. ത്രിപ്പിൻ്റെ ശല്യം മൂലം ഇതുപോലെ മുട്ടുകളൊക്കെ വിരിയാതെ പകുതി കടിച്ച് പറിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ആ മുട്ട് വിരിയത്തില്ല, അങ്ങ് മൊത്തമായിട്ട് കരിഞ്ഞു പോകും. പിന്നെ ആ ചെടിയിൽ തന്നെ, അതായത് റോസാ ചെടിയിൽ തന്നെ ഇലകളും മുരടിച്ച് പോകുന്ന ഒരവസ്ഥ കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള വരുമ്പോഴത്തേന് നമുക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ആ റോസ നന്നായി വരത്തില്ല. നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ചെയ്തു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതെന്താണെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാനേ കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ കേട്ടോ. നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ബഡ് റോസകളിൽ ആദ്യമൊക്കെ പൂവിടും, പിന്നെ മുരടിപ്പും പ്രശ്നങ്ങളും വരും. മുരടിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ റോസ പോക്കാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ആ റോസ നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും പുതിയ പൂമുട്ടുകളും പുതിയ തളർപ്പും ഒക്കെ ഉണ്ടാണെങ്കിൽ തന്നെ മുരടിപ്പ് വരരുത്. മുരടിപ്പ് വന്നു കഴിഞ്ഞാൽ റോസ നശിച്ചു പോകും. ഇതൊക്കെ മാറിയാൽ മാത്രമേ നല്ല പോലെ ആ റോസ ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ റോസയിൽ ഒന്ന് നല്ല പോലെ നിരീക്ഷണം നടത്തുന്നത് നന്നായിരിക്കും. അതായത് അതിൻ്റെ ഇലകൾ പഴുത്തു പോകുന്നുണ്ടോ, ബ്ലാക്ക് സ്പോട്ട് ഡിസീസ് ഉണ്ടാകുന്നുണ്ടോ, അതുപോലെ തന്നെ ത്രിപ്പിൻ്റെ ശല്യം, പ്രാണികളുടെ ശല്യം, വണ്ടുകളുടെ ശല്യം ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഭാഗം, ആ മുട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ആ കരിഞ്ഞ മുട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതുപോലെ തന്നെ ആ ബ്ലാക്ക് സ്പോട്ട് ഡിസീസ് ബാധിച്ച ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. മുരടിപ്പുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുക. ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ നല്ല പോലെ ഹെൽത്തി ആയിട്ട് റോസ് നിൽക്കത്തുള്ളൂ. ഇതുണ്ടോ, ഈ റോസിലൊക്കെ നിറയെ മുട്ടുകളുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് രീതിയിൽ ചെയ്യണം. ഒരു ചെറിയ റോസയാണെങ്കിൽ പോലും അതിൽ 3, 4, 5 പൂവൊക്കെ നമുക്ക് നല്ലതായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ കറക്റ്റ് കാര്യങ്ങൾ ആഴ്ചയിൽ നോക്കി ശ്രദ്ധിച്ചാണ് റോസയെല്ലാം കൊണ്ടുപോകുന്നത്. എന്നിട്ട് പോലും ചില റോസകളൊക്കെ നമുക്ക് നശിച്ചു പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു കണ്ണെത്തിയില്ലെങ്കിൽ പോലും ചില റോസകൾ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ എല്ലാം ഒരുപോലെ തന്നെ കൊണ്ടുപോകണമെങ്കിൽ കുറേ പാടാണ്. ഇപ്പോൾ കുറേ റോസകളുണ്ട് എനിക്ക്. അപ്പോൾ അതെല്ലാം നമ്മൾ അപ്പോൾ ഈ അറ്റം അങ്ങേ അറ്റം ശ്രദ്ധിച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു റോസ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ റോസയ്ക്കായിരിക്കും നമുക്ക് എന്താ പറയുക പണി കിട്ടുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ നിരീക്ഷിച്ചാണ് ഓരോ റോസയും കൊണ്ടുപോകുന്നത്. എത്ര ചെയ്തിട്ടും മുരടിപ്പ് മാറുന്നില്ല എന്നുള്ളവർക്ക് വേണ്ടി, അതായത് വണ്ടുകളുടെ ശല്യം, പ്രാണികളുടെ ശല്യം മാറുന്നില്ല എന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാനേ കാണണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്നത് കർപ്പൂരമാണ്. കർപ്പൂരം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ച് വെക്കുന്നല്ല, അത് ഇടയ്ക്കും പടയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാം. അതായത് നല്ലപോലെ ഈ വണ്ടുകളുടെ ശല്യം എത്ര ചെയ്തിട്ടും മാറുന്നില്ല, അല്ലെങ്കിൽ ട്രിപ്പിൻ്റെ ശല്യം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ കർപ്പൂരം നമ്മൾക്ക് എന്ന പോലെ തന്നെ നമുക്ക് പല ഉപയോഗങ്ങളുണ്ട് അല്ലേ. തലയിലെ താരം പോകാനായിട്ടും അതിനായിട്ടൊക്കെ നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് കർപ്പൂരം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് നല്ലൊരു സൊല്യൂഷനാണ് ഈ കർപ്പൂരം. ഇതിൻ്റെ സ്മെല്ലാണ് ഇതിന് നമ്മൾ കീടങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നത്. അപ്പോൾ 2 ക്യാപ്സൂൾ എടുത്ത് ഞാൻ പൊടിച്ചിട്ടിട്ട് വെള്ളത്തിലിട്ടിട്ട് ഇത് നന്നായിട്ട് അലിയാനായിട്ട് ഞാനൊന്ന് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നന്നായിട്ട് പൊടിക്കുക. അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതായിട്ട് കർപ്പൂരം വെള്ളത്തിൽ ലയിക്കത്തില്ല, എങ്കിലും അത്യാവശ്യം ഒന്ന് നമുക്ക് പൊടിച്ചിട്ട് പ്രത്യേകിച്ച് അതിൻ്റെ സ്മെല്ല് കിട്ടണം നമുക്ക്, അതാണ് വേണ്ടത്. അപ്പോൾ വെള്ളത്തിലെല്ലാം ഒരു സ്മെല്ലാകാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ റോസയ്ക്ക് മാത്രമല്ല ഏത് ചെടികൾക്കും കൊടുക്കാം. ഇത് കർപ്പൂരത്തിന് ഇത് മാത്രമല്ല ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യം കൂടി അതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പം കറക്റ്റ് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് 2 ക്യാപ്സൂൾ മാത്രം മതി നമുക്ക് കുറച്ച് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും പച്ചക്കറി തൈകൾക്കും എല്ലാം ഇത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് അലിപ്പിച്ചതിന് ശേഷം നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളം തന്നെ എടുക്കണം. എല്ലാവർക്കും അറിയാം നല്ലൊരു കീടനാശിനിയാണ് പുളിച്ച കഞ്ഞിവെള്ളം എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ പുളിച്ച ഒരു ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളമുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ആ കർപ്പൂരത്തിൻ്റെ ക്യാപ്സൂൾ 2 പൊടിച്ചിട്ട വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളം നിങ്ങൾക്കറിയാലോ കീടനാശിനിയാണ്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും മുളക് പൊടിയോ, നിങ്ങളൊന്നും ഒരു തെറ്റിദ്ധാരണയും വേണ്ട. മുളക് പൊടിയൊക്കെ നമ്മൾ മുളക് പൊടിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ എന്താ പറയുക കീടങ്ങളെ നശിപ്പിക്കാനായിട്ട് നേരത്തെ മുതലേ പണ്ടുകാലം മുതലേ കർഷകരൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഞാനിത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു സംഭവമാണ്. നേരത്തെ ഇതിനെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് പേര് മെസ്സേജ് അയച്ചിരുന്നു, അവരുടെ ചെടിക്ക് മുരടിപ്പുണ്ട്, വണ്ടുകളുടെ ശല്യമുണ്ട്, എന്ത് ചെയ്തിട്ട് മാറുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം കണ്ടവർക്കൊക്കെ അറിയാം.
അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു സൊല്യൂഷനാണ്. നിങ്ങൾക്കത് ചെയ്ത് കൊടുക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ കഞ്ഞിവെള്ളത്തിലെയും നമ്മുടെ കർപ്പൂരത്തിൻ്റെ വെള്ളത്തിനും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് അലിപ്പിച്ച് ചേർക്കണം. നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യണമെന്ന് കൈയൊന്നും പുകയത്തില്ല. ഇനി പുകയുന്നോന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്പൂണോ എന്തെങ്കിലും ഇട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ മുളക് പൊടിയൊക്കെ നന്നായിട്ട് അലിച്ച് നന്നായിട്ട് ചേരണം. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് പവർഫുൾ ആയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡാണ്. അപ്പോൾ പച്ചക്കറിത്തൈകൾക്കൊക്കെ ഇത് അടിച്ച് പച്ചമുളക് തൈകൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് മാറിക്കിട്ടും. അതിൻ്റെ ഒരു കീടശല്യമൊക്കെ മുരടിപ്പൊക്കെ മാറിക്കിട്ടും. അപ്പം നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ചെയ്യണം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് അരിച്ചെടുത്തിട്ട് ഒരു തുണിയിൽ അരിച്ചെടുക്കണം. എന്നിട്ട് സ്പ്രേയറിനകത്താക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും വൈകുന്നേരങ്ങളിൽ മാത്രം ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം വൈകുന്നേരത്താണ് കീടങ്ങളുടെ ശല്യം കൂടുതൽ. ഒരു 5-6 മണി കഴിഞ്ഞതിന് ശേഷം മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പം സ്പ്രേ ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഇതുപോലെ കൈകൊണ്ട് തളിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തളിച്ച് കൊടുത്താലും മതി. ഇതുപോലെ റോസയിൽ ഇതൊക്കെ എൻ്റെ കുറച്ച് റോസകളൊക്കെ എന്താ പറയുക മുരടിപ്പൊക്കെ ഒന്ന് പോയ ഭാഗം ഞാൻ കട്ട് ചെയ്ത് വിട്ടതാണ്. അതിനൊക്കെയാണ് ഞാനിപ്പോൾ തളിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തളിച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു ആഴ്ച 2-3 പ്രാവശ്യം ഇത് നമുക്കൊരു സ്പ്രെയറിനകത്ത് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നല്ല വീര്യം കൂടി ഇരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു കപ്പിൽ 1 ലിറ്റർ വെള്ളം എന്നാൽ ഒരു 3/4 ലിറ്റർ വെള്ളം മതി. എന്നിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തളിച്ച് കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. അപ്പം ഈ ഒരു മഞ്ഞ റോസയിലാണ് ഞാൻ പറഞ്ഞില്ല മുട്ടുകൾ ഇങ്ങനെ കടിച്ച് പറിച്ചിട്ട് ആ ഒരു വണ്ടുകളുടെ ശല്യം ഉണ്ടായിരുന്നു. ഇത് നിറയെ പൂ ഇട്ട് നിൽക്കുന്ന സമയമാണ് അല്ലേ, എല്ലായിടത്തും പൂക്കൾ വരുന്നുണ്ട്. ഒരു പ്രാവശ്യം തളിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതിന് നല്ല വ്യത്യാസം കാണും. ഇനി അങ്ങനെ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 3 തവണ 2 ദിവസം ഇടവിട്ടൊന്ന് ഇതുപോലെ തളിച്ച് കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.